വാജപേയത്തിനും മീതെ മറ്റൊരു യാഗം. ബൃഹസ്പതി സ്തവം. നാരായണനും പിതാവായ ബ്രഹ്മദേവനും സർവദേവന്മാരും ദിക്പാലകരെട്ടും ഋഷിവര്യനും സിദ്ധഗന്ധർവന്മാരും ഒത്തുചേർന്നൊരു യാഗം. ശിവനെ ക്ഷണിക്കാതെ ശിവനില്ലാത്ത ഒരു യാഗം. ലോകത്തെ ശിവമഹിമ ബോധ്യപ്പെടാത്തവർ ആര്? ചരാചര ഗുരുവും നിർമ്മലനും ശാന്തവിഗ്രഹനും ആത്മാരാമനുമായ ആ മംഗളസ്വരൂപിയുടെ വിദ്വേഷം പുലർത്താൻ മമ പിതാവേ അങ്ങേ പോലുള്ള പാപികൾക്കേ കഴിയും. സ്നാനബന്ധന ശുചികളില്ലാത്ത ആ നിന്നിന്റെ നാമം ഉച്ചരിച്ച് ഇവിടം അശുദ്ധമാക്കാതെ പോകണം. ക്ഷിപ്രം ഇവിടുന്ന്. പിതാവേ ഒന്നുകിൽ ശിവനെന്ന് ചൊല്ലുന്നവന്റെ നാം ചേർച്ച് കളയണം, അല്ലെങ്കിൽ അത് കേൾക്കാൻ നിൽക്കാതെ കാതുപൊത്തി ഓടി അകലണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ആ മഹാപാപം കേട്ട ശരീരം ഉപേക്ഷിക്കണം. അച്ഛന്റെ നാമങ്ങനെ മകൾ ചേർച്ച് നീക്കും. ഇനി കൈലാസത്തിലേക്ക് മടങ്ങി ചെല്ലാൻ മനസ്സുമില്ല. അതുകൊണ്ട് ഈ ശരീരം രക്ഷപ്പെട്ട ആഖ്യായിനി എന്ന മേലിൽ ആരും എന്നെ വിളിക്കാതിരിക്കട്ടെ. ജഗദ്ഗുരുവും സതീനാഥനും ലോകൈകനാഥനുമായ ഭഗവാന്റെ പാതാരംഗങ്ങളെ ആ രക്ഷശേഷം ചേർച്ചയിലേക്ക് യാഗശാലയുടെ പ്രാഗ്വശവും പത്നിശാലയും പുരോഹിതശാലയും തല്ലി തകർത്തു. മണിമാൻ ഭൃഗുവിനെ ബന്ധിച്ചു. ചണ്ഡീശൻ പൂഷാവിനെയും നന്ദികേശൻ ഭജനെയും പിടിച്ചുകെട്ടി. പൂഷാവിന്റെ പല്ലുകളൊക്കെയും തല്ലിക്കൊഴിച്ചു. ഭഗന്റെ കണ്ണുകൾ കണ്ട്